ഫോറക്സ് ട്രേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അതായത് ICT ട്രേഡിംഗ് പ്ലാൻ സീരീസിലെ ഫസ്റ്റ് ലെസൺ വീഡിയോസിൽ കുറേ പോയിന്റുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൽ പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കുക, അതിൻ്റെ പോയിന്റ് വിശദീകരിച്ചുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് വരുന്നതാണെന്ന്. അപ്പോൾ അതിൽ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് എക്കണോമിക്കൽ ഡാറ്റാസ് എങ്ങനെ നോക്കും ആ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക. ഇത് നമ്മൾ മറ്റുള്ള ചാർട്ടൊക്കെ കാണിക്കുന്നത് പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ ആയിരിക്കില്ല, കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ക്ഷമയോടുകൂടി കാണുക. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് പ്രധാനമായും മാർക്കറ്റിൽ കറൻസി എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാൽ എന്ത്? അതായത് ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആ രാജ്യത്തിൻ്റെ വാണിജ്യ ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ്, ആ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് US ഫെഡറൽ റിസർവ് ബാങ്കുകൾ അവിടുത്തെ ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും, അവിടുത്തെ ബിസിനസ്സുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ജനങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കൊടുക്കുന്ന റിസർവ് ബാങ്ക് കൊടുക്കുന്ന എമൗണ്ടിന് ഒരു പലിശ നിരക്ക് കണക്കാക്കും. ആ നിരക്കാണ് ആ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ കറൻസി സ്ട്രോങ് ആകും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ വിദേശ നിക്ഷേപകരും ആ രാജ്യത്തിലുള്ള നിക്ഷേപകരും ആ രാജ്യത്ത് നിക്ഷേപിക്കും. അപ്പോൾ ആ രാജ്യത്തിൻ്റെ കറൻസി സ്ട്രോങ് ആകും. കാരണം ഈ വിദേശ നിക്ഷേപകർക്ക് ഇപ്പോൾ US നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളറിന് ആവശ്യമായി വരും. അപ്പോൾ അവർ കൂടുതലായി ഡോളർ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ കൂടുതലായി ഡോളർ വാങ്ങിക്കുമ്പോൾ ഡോളറിൻ്റെ പ്രൈസ് വർദ്ധിക്കാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ആ രാജ്യത്തെ പലിശ നിരക്ക് കുറയുന്നെന്ന് വിചാരിക്കാം. ഒരു രാജ്യത്തെ പലിശ നിരക്ക് കുറയുമ്പോൾ ആ രാജ്യത്ത് നിക്ഷേപിച്ച നിക്ഷേപകർ അവിടുന്ന് നിക്ഷേപം പിൻവലിക്കും. അപ്പം നിക്ഷേപകർ പണം പിൻവലിക്കുമ്പം ആ രാജ്യത്തിൻ്റെ കറൻസികൾക്ക് ഡിമാൻഡ് കുറയും. അപ്പോൾ ആ ഡിമാൻഡ് കുറയുമ്പോഴാണ് ബേർഷ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ആ കറൻസി സ്ട്രോങ് ആകും. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ആ കറൻസി വീക്ക് ആകും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതും കുറയുന്നതും നമുക്ക് എവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും? അപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഫോറക്സ് ഫാക്ടറി, investment.com, അങ്ങനെ FX, ഒരുപാട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ കാണും. അപ്പോൾ മെയിനായിട്ട് നോർമൽ ട്രേഡേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്, പ്രൊഫഷണൽ ട്രേഡേഴ്സും നമ്മളെപ്പോലെ റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഫോറക്സ് ഫാക്ടറി. അപ്പോൾ അതിന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഫോറക്സ് ഫാക്ടറി നമ്മൾ forexfactory.com, ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഞാൻ വളരെ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇത് ഇത്ര വിശദമായി പറയുന്നത്. ഓക്കെ, അപ്പോൾ forexfactory.com ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് കാണാം. അതിൽ കലണ്ടർ ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഇവൻറ്റ്സും കാര്യങ്ങളും ന്യൂസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ എക്കണോമിക് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസം നടക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസിന് റെഡ് ഫോൾഡർ ഉണ്ടാവും, നോർമൽ ന്യൂസുകൾക്ക് യെല്ലോ, മീഡിയം ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ന്യൂസുകൾക്ക് ഓറഞ്ച് കളറിലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ ഏറ്റവും റീസെൻ്റായി നടന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് റിലീസും അതിനോടനുബന്ധിച്ച് മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യം മനസ്സിലാക്കും. ഇപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ കാണണമെങ്കിൽ ഇതിൻ്റെ കലണ്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡേറ്റും എത്ര വർഷത്തേക്ക് ബാക്കോട്ട് പോയി ആ ഡേറ്റ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ നോക്കുന്നത് ജസ്റ്റ് ജൂലൈ 8-ാം തീയതി മാർക്കറ്റ് ന്യൂസ് ഞാൻ കാണിച്ചു തരാം. 8-ാം തീയതി നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിലീസ് ആയിട്ടുണ്ടായിരുന്നത് RBNZ പ്രസ് കോൺഫറൻസ്, RBN റേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഒഫീഷ്യൽ ക്യാഷ് റേറ്റ്. ഇതാണ് ന്യൂസിലാൻഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞത്. അത് റിലീസായത് ഇന്ത്യൻ സമയം 7:30 രാവിലെ റിലീസായി, ജൂലൈ 8-ാം തീയതി. ഓക്കെ, അപ്പോൾ 2.25 ആയിരുന്നു അവിടെ ഇൻട്രസ്റ്റ് റേറ്റ്. അത് വർദ്ധിച്ച് 2.50 ആയി. അതായത് ന്യൂസിലാൻഡ് റിസർവ് ബാങ്ക് അവിടുത്തെ കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പൈസയുടെ ഇൻട്രസ്റ്റ് റേറ്റ് 2.25-ൽ നിന്നും 2.50 ആക്കി വർദ്ധിപ്പിച്ചു. അപ്പോഴെന്താവും? ആ രാജ്യത്തേക്ക് ജനങ്ങൾ, പിന്നെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഹെഡ്ജ് ഫണ്ടും വിവിധ രാജ്യങ്ങളും കോർപ്പറേറ്റ്സും ഒക്കെ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ചാർട്ടിൽ നോക്കാം. ഓക്കെ,
ഡേറ്റ് നോക്കുക, ജൂലൈ 8. ഓക്കെ, അപ്പോൾ ഇത് ന്യൂസിലാൻഡ് കറൻസിയുടെ ഗ്രൂപ്പാണ്. അതായത് ന്യൂസിലാൻഡും മറ്റുള്ള കറൻസി പെയറുകളുമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത്. ന്യൂസിലാൻഡ് ഡോളർ, ന്യൂസിലാൻഡ് ജാപ്പനീസ് യെൻ, ന്യൂസിലാൻഡ് സ്വിസ് ഫ്രാങ്ക്, ന്യൂസിലാൻഡ് കനേഡിയൻ ഡോളർ, അങ്ങനെയുള്ളൊരു 7ഓളം പെയറുകളുടെ ഒരു ഗ്രൂപ്പാണിത്. അപ്പോൾ ഞാൻ ഈ മൗസ് വെക്കുന്നത് നോക്കിക്കോ, മൗസ് കറക്റ്റ് ഞാൻ വെക്കുന്നത് 8-ാം തീയതിയാണ്. പിന്നെ നിങ്ങൾ ആ ലൈൻ കാണുന്നുണ്ടാവും, എല്ലാ പെയറിലും ആ ലൈൻ കാണുന്നുണ്ടാവും. അതായത് ഈ ബ്ലാക്ക്, ഡാർക്ക് ആയിട്ട് ബ്ലാക്ക് കാണുന്നത് ന്യൂസിലാൻഡാണ് ഇതിൽ ബേസ് കറൻസി, രണ്ടാമത്തെ കോട്ട് കറൻസി മറ്റേത്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ന്യൂസിലാൻഡ് കറൻസി സ്ട്രോങ് ആണ്. ഈ ഗ്രേ കളറായി കാണുന്ന 3 പെയറുകളുണ്ട്. ഇത് ആദ്യത്തേത് ബേസ് കറൻസി ന്യൂസിലാൻഡ് അല്ല, കോട്ട് കറൻസി ആയിട്ടാണ് ന്യൂസിലാൻഡ് വരുന്നത്. അതുകൊണ്ടാണ് ഗ്രേ കളർ കൊടുത്തത്. അപ്പോൾ ഇത് താഴേക്ക് പോകുമ്പോഴാണ് ന്യൂസിലാൻഡ് സ്ട്രോങ്. ഓക്കെ, 8-ാം തീയതിയാണ്, താഴെ ഡേറ്റ് കാണുന്നുണ്ടാവും. അവിടെ ഞാൻ ഈ ലൈൻ വെച്ചു. അപ്പോൾ ലൈൻ വെച്ചപ്പോൾ ന്യൂസിലാൻഡ് ഡോളർ അവിടെ നിന്ന് മുതൽ ഒറ്റയടിക്ക് മുകളിലേക്ക് പ്രൈസ് പോകാൻ തുടങ്ങി. ഇതുവരെ പ്രൈസ് മുകളിലേക്ക് റാലിയാണ്. സെയിം ഇവിടെയും എല്ലാ പെയറിലും നിങ്ങൾ നോക്കിയാൽ ഞാൻ 8-ാം തീയതി ലൈൻ വെക്കുന്ന ഈ വൈറ്റ് ഡോട്ട് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം എല്ലാ പെയറിനോടും ന്യൂസിലാൻഡ് വളരെ സ്ട്രോങ് ആയി മുകളിലേക്ക് പോയി. ഇതിനർത്ഥം എല്ലാ രാജ്യത്തിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് റിലീസായ ഉടനെ തന്നെ ആ രാജ്യത്തിൻ്റെ കറൻസി അങ്ങനെ ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമെന്നല്ല. അത് ചില സമയത്ത് നല്ല രീതിയിൽ ന്യൂസ് വന്നാൽ പോലും അതിൻ്റെ ടൈം എടുത്ത് മാർക്കറ്റ് സ്ട്രക്ചറിനൊക്കെ അനുസരിച്ച് അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ്, ബിഗ് പ്ലെയേഴ്സ് അതിൻ്റെ അവർ ഉദ്ദേശിക്കുന്ന അടിസ്ഥാനത്തിൽ മാത്രമേ പ്രൈസ് മൂവ് ആവുള്ളൂ. പക്ഷേ പിന്നെ അത് മുകളിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ അതിന് ഓപ്പർച്യൂണിറ്റി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ആ റിലീസായി കഴിഞ്ഞാലും ചില സമയത്ത് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ അത് ടേക്ക് ഓവർ എടുത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 7 കറൻസികളോടും ന്യൂസിലാൻഡ് വളരെ നല്ല രീതിയിൽ മുകളിലേക്ക് പോയി. അതായത് ഇത് ഞാൻ സ്ക്രീൻ വലുതാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് ന്യൂസിലാൻഡ് US ഡോളറാണ്. ന്യൂസിലാൻഡ് US ഡോളർ മാർക്കറ്റ് 8-ാം തീയതി ആ ന്യൂസ് 6-ാം തീയതി കഴിഞ്ഞ് 7-ാം തീയതി 8-ാം തീയതി ന്യൂസ് റിലീസാകുന്നത് ഇവിടെ നിന്നാണ്. ഈ ലൈൻ ഇട്ടതിന് ശേഷം അതിനുശേഷം പ്രൈസ് ഏകദേശം 5694 ഉണ്ടായത് 5850, അതായത് 200 ഓൾമോസ്റ്റ് 200 പിപ്പിൻ്റെ അടുത്ത് പ്രൈസ് മുകളിലേക്ക് മൂവായി. അങ്ങനെ നിങ്ങൾ ഏത് കറൻസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈവൻ ഡെയിലി ഇൻട്രാഡേ ട്രേഡാണ് ചെയ്യുന്നത്, ഏത് സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിലും നമുക്ക് പിന്നെ സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല അവിടെ, നമുക്ക് ബൈ മാത്രമാണ്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ നഷ്ടത്തിനും കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകും. അങ്ങനെ ഈ ചെറിയ കാര്യമല്ല ആക്ച്വലി, പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം നോക്കി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിന് വളരെ വലിയ രീതിയിൽ നമ്മുടെ സ്ട്രാറ്റജിക്ക് അത് അനുകൂലമായിട്ട് വരും. അതാണ് പറയുന്നത്. നിങ്ങൾ ഏത് സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു കാര്യം അവിടെ വർക്കാകും. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി, ഇൻട്രസ്റ്റ് റേറ്റ് എവിടെയാണ് നോക്കേണ്ടതെന്ന് മനസ്സിലായി, ഇൻട്രസ്റ്റ് റേറ്റ് റിലീസായി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൽ ഡിഫറൻസ് വരുന്നതെന്നും കണ്ടു. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് പറയാം. അപ്പോൾ അത് വ്യക്തമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ആഗോള സൂചിക US ട്രഷറി ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? US ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ, അതായത് ഏത് രാജ്യങ്ങളും എല്ലാ രാജ്യത്തും ഉണ്ടാകും. നമ്മളിപ്പം ഫോറക്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മെയിനായിട്ട് US കുറിച്ചിട്ട് പറയാം. US ഗവൺമെൻറ് ജനങ്ങളിൽ നിന്നും, അവിടുത്തെ പബ്ലിക്കിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കടം വാങ്ങാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് കടപ്പത്രങ്ങൾ, അതായത് ബോണ്ടുകൾ പറയുന്നത്. ഈ ഈൽഡ് ബോണ്ടുകൾ, ഇപ്പം ബോണ്ട് ഈൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് നിക്ഷേപകന്, അതായത് പൊതുജനങ്ങളും കമ്പനികളും ബോണ്ടുകളിൽ നിക്ഷേപിക്കുമ്പം ആ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, ആ ഇൻട്രസ്റ്റിനെയാണ് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈൽഡ് പിന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ആ കറൻസീൻ്റെ വാല്യൂ, കറൻസീൻ്റെ സ്ട്രെങ്ത് പിന്നെ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം ഫോറക്സ് ട്രേഡർമാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് US 10-year ട്രഷറി ഈൽഡാണ്. US 10-year മാത്രമല്ല, US 2-year നോക്കണം. പിന്നെ ബോണ്ടും അത് എന്താണ് ഈൽഡ് എന്നുള്ളത് ഞാനിപ്പോൾ ചാർട്ടിൽ കാണിച്ചു തരാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ബോണ്ട് ഈൽഡും കറൻസിയും തമ്മിലുള്ള ബന്ധം, കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷനാണ്. US ട്രഷറിയിൽ നിന്ന് ഈൽഡ് US
10-year yield ആയാലും US 2-year yield ആയാലും അത് 5-year 10-year 2-year അങ്ങനെ ഓരോരു വർഷത്തിൻ്റെ കണക്കിലാണ് നമ്മൾ ബോണ്ടുകൾ നിക്ഷേപകരിൽ നിന്ന് വാങ്ങിക്കുക. 5 കൊല്ലത്തേക്കുള്ള നിക്ഷേപം, 10 കൊല്ലത്തേക്കുള്ള നിക്ഷേപം, 2 വർഷത്തേക്കുള്ള നിക്ഷേപം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ US ട്രഷറി yield മുകളിലേക്ക് പോകുമ്പോൾ US ഡോളറിൻ്റെ മൂല്യവും മുകളിലേക്ക് പോകും. അതായത് ഇപ്പോൾ അമേരിക്ക ഗവൺമെൻറ് പറയുന്ന നമുക്ക് നിക്ഷേപം ആവശ്യമുണ്ട് ജനങ്ങളിൽ നിന്നും കമ്പനികളിൽ നിന്നും. അപ്പോൾ അവർ ആ നിക്ഷേപത്തിനനുസരിച്ചിട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് പ്രോഫിറ്റ് ഷെയർ കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ആൾക്കാർക്ക് അതിലേക്ക് നിക്ഷേപിക്കാൻ തോന്നും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അതിലേക്ക് നിക്ഷേപിക്കണമെങ്കിൽ അവർക്ക് ഡോളർ വേണം. അപ്പോൾ അവർ ഡോളർ കൂടുതലായിട്ട് വാങ്ങിക്കാൻ തുടങ്ങും. അങ്ങനെ ഡോളർ കൂടുതലായിട്ട് വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന് ഡിമാൻഡ് വരും. അപ്പോൾ അത് പ്രൈസ് കൂടും. അപ്പോൾ അത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, DXY ഇൻഡെക്സ്. അത് ഞാൻ ഇപ്പോൾ ചാർട്ടിൽ കാണിച്ചു തരാം. അത് നോക്കുമ്പോൾ മനസ്സിലാവും ഡോളറിൻ്റെ വില കൂടുന്നത്. ഇത് US ഗവൺമെൻറ്റിൻ്റെ 2-year ബോണ്ടിൻ്റെ ഗ്രാഫാണ് കേട്ടോ. ഇത് വീക്ക്ലി ചാർട്ടാണ്. നമുക്കത് ഡെയിലി നോക്കാം, 4 hour നോക്കാം. ഏത് ടൈം ഫ്രെയിമിലും മറ്റുള്ള കറൻസി പെയറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇത് നോക്കാം. ഇത് നമുക്ക് എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവിൽ എടുക്കലെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇതിൽ കറൻസി പെയറുകളും സ്റ്റോക്കുകളൊക്കെ കൊടുക്കുന്ന ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൾ സ്റ്റോക്സ്, ഫണ്ട്സ്, ഫ്യൂച്ചേഴ്സ്, ഫോറക്സ് എല്ലാം ഉണ്ടാവും. അതിൽ ബോണ്ട് സെലക്ട് ചെയ്യാം. ബോണ്ട് സെലക്ട് ചെയ്തിട്ട് US-ൻ്റെ 2-year ബോണ്ട് കാണുന്ന സിമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US02Y. അത് US02Y പറഞ്ഞാൽ 2-year ബോണ്ട്. ഇനി നിങ്ങൾക്ക് 10-year ബോണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ US10Y അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 10-year ബോണ്ട് കാണും. ഇനി നിങ്ങൾക്ക് 5-year ബോണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ US05Y അടിച്ചു കഴിഞ്ഞാൽ US-ൻ്റെ 5-year ബോണ്ട്. അങ്ങനെ ഏത് ബോണ്ടിൻ്റെയും പിന്നെ ചാർട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. US ഗവൺമെൻറ് 10-year 2-year ഇവിടെ 10-year ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 10-year. ഇനി അതുപോലെ തന്നെ UK-ൻ്റെതും വേണം നമുക്ക്. UK-ൻ്റെത് കിട്ടണമെങ്കിൽ ഇതേപോലെ GB02Y അടിച്ചു കഴിഞ്ഞാൽ UK-ൻ്റെത്, അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ, ലാസ്റ്റത്തെ പൗണ്ട് എന്നുള്ള അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഗ്രേറ്റ് ബ്രിട്ടൻ രാജ്യത്തിൻ്റെ ആദ്യത്തെ 2 വാക്കും പിന്നെ 02Y അടിച്ചു കഴിഞ്ഞാൽ ബോണ്ട് കിട്ടും. അത് ശ്രദ്ധിക്കേണ്ടത് ബോണ്ട് സെലക്ട് ചെയ്യുക നിങ്ങൾ. രണ്ട് ഫോറക്സിലും വേറെ ഏതെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് കിട്ടില്ല. ഇവിടെ ബോണ്ട് തന്നെ സെലക്ട് ചെയ്യണം. സോറി, അങ്ങനെ ബ്രിട്ടൻ്റെത് എടുക്കാം. ഇനി അതുപോലെ നമുക്ക് യൂറോപ്പിൻ്റെത് വാങ്ങുന്നത് ജർമ്മൻ്റെ ആണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ജർമ്മനി കിട്ടാൻ വേണ്ടിയിട്ട് ജർമ്മൻ്റെ ബോണ്ട് നോക്കാൻ DE എന്നാണ് അതിൻ്റെ കോഡ്. DE02Y അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജർമ്മൻ്റെ കാണും. ഇനി ജർമ്മൻ്റെ 10-year ആണ് നോക്കുന്നതെങ്കിൽ ജർമ്മൻ DE10Y എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 10-year. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ബോണ്ടാണെങ്കിലും അത് കാണാൻ വേണ്ടി നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ അതിൻ്റെ സിമ്പിൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോറിലേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് SMT ഡൈവേർജൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് വരുമ്പം അതിനെക്കുറിച്ച് പറയാം. അതായത് ഒരു ഇതിൽ പിന്നെ US ബോണ്ട് ഹയർ ഹൈ ഉണ്ടാക്കും, പക്ഷേ UK-ന് ഹയർ ഹൈ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. അങ്ങനെയുള്ള അവസരം വന്നു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ ഡൈവേർജൻസ് നോക്കുന്നതാണ്. ഇപ്പം ഞാൻ അതിപ്പോൾ അത്ര ഡീപ്പായിട്ട് അതിനെക്കാൾ വേണ്ടി കൺഫ്യൂഷൻ ആവേണ്ട. സംഭവം പിന്നെ ബോണ്ട് എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇതിൽ പിന്നെ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് കാണിച്ചു തന്നെയാണ്. ഓക്കെ, പിന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ടൈം ഫ്രെയിം എങ്ങനെ ഉപയോഗിക്കാം. ഇത് US ഡോളർ ഇൻഡെക്സ് DXY, അതായത് നമ്മൾ ഇതിൽ DXY എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ TVC എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ തന്നെ ചാർട്ടാണ്. ഇപ്പോൾ US ഡോളർ കറൻസി ഇൻഡെക്സ് ട്രേഡിംഗ് വ്യൂ ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ DXY, ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ടൈം ഫ്രെയിം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ഡെയിലി. ഇത് US ഗവൺമെൻറ് ബോണ്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, US10Y എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബോണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ കാണുന്നത് ഡെയിലി ടൈം ഫ്രെയിമാണ് രണ്ടും നോക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും പോസിറ്റീവ് കോറിലേഷനാണ്, അതായത് ഒരുപോലെ, റിവേഴ്സ് അല്ല ഒരുപോലെ. അപ്പോൾ ഇത് പിന്നെ മുകളിലേക്ക് ആണ് പോകുന്നത്. ബയർ സോണ സെൽ സോണ എവിടെയാണ് ഉള്ളതെന്നൊക്കെ നോക്കുക. അതൊക്കെ നോക്കേണ്ട എങ്ങനെയാണ് അടുത്ത പിന്നീട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറയാം.
എന്നാൽ ഇത് രണ്ടുമാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് കോറിലേഷൻ. അപ്പോൾ ഇത് രണ്ടും മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മുകളിലേക്ക്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഏരിയാസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ കാര്യങ്ങളൊക്കെ ബിഗ് ടൈം ഫ്രെയിമിൽ ഡെയിലിയിലും വീക്കിലിയും ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക, ഈവൻ ബോണ്ടിൻ്റെ ആയാലും. അപ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ പിന്നെ എവിടെ നിന്നാണ് നമുക്ക് റിയാക്ഷൻ വരിക, എവിടെ നിന്നാണ് റിജക്ഷൻ സംഭവിക്കുക, എവിടെ നിന്നാണ് ബ്രേക്ക് നടക്കുക, സപ്പോർട്ട് എവിടെയാണ്, റെസിസ്റ്റൻസ് എവിടെയാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യാം, ആദ്യം അനലൈസ് ചെയ്യുക. അതിനുശേഷം 4 ഹവറിൽ മൈക്രോ ട്രെൻഡും സപ്പോർട്ട് റെസിസ്റ്റൻസ് മേഖലകളും കണ്ടെത്താൻ 4 ഹവർ ഉപയോഗിക്കാം. ഇതെല്ലാം കറക്റ്റ് എഴുതി വെക്കുക. ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ US ബോണ്ടും DXY കാര്യങ്ങൾ നോക്കുക. 4 ഹവറിൽ ചെറിയ ട്രെൻഡും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡും റെസിസ്റ്റൻസും സപ്പോർട്ട് റെസിസ്റ്റൻസ് മേഖലകൾ കണ്ടെത്തുക. ഏറ്റവും ലാസ്റ്റാണ് 15 മിനിറ്റ് 5 മിനിറ്റിലേക്ക് പോയിട്ട് ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് നോക്കിയിട്ട് ട്രേഡ് എൻട്രി എടുക്കൽ. ഇത് ഏറ്റവും ലാസ്റ്റത്തെ പണിയാണ്. പക്ഷെ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം ചിലവഴിക്കുക 15ലും 5ലും ആണ്. അത് നോക്കിയിട്ടാണ് പിന്നെ മുകളിലേക്ക് പോവുക. പക്ഷെ നമ്മൾ ഈ സാധനത്തിൻ്റെ ഒക്കെ ഈ ഡെയിലി ടൈം ഫ്രെയിമും 4 ഹവറൊക്കെ ഐഡിയ കിട്ടിയിട്ട് വേണം ജസ്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് 15 മിനിറ്റും 5 മിനിറ്റും ഉപയോഗിക്കാനും. ഓക്കെ, അപ്പം ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നും കൂടി പറയാം. സെൻട്രൽ ബാങ്ക് നിശ്ചയിക്കുന്ന പലിശ നിരക്കാണ് കറൻസി മൂല്യത്തിൻ്റെ അടിസ്ഥാനം. അത് പറഞ്ഞു ഓൾറെഡി. ഇത് പലിശ കൂടുന്നതിനനുസരിച്ചിട്ട് കറൻസി സ്ട്രെങ്ത് കൂടും, അതിന് കുറയുമ്പോൾ സ്ട്രെങ്ത് കുറയും. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ കറൻസി ശക്തമോ ആ രാജ്യത്തേക്ക് നിക്ഷേപകർ രാജ്യത്തേക്ക് ഒഴുകും. അപ്പോൾ ആ രാജ്യത്തേക്ക് നിക്ഷേപകർ വരണമെങ്കിൽ അവർക്ക് ആ കറൻസി വാങ്ങിക്കണം. അപ്പോൾ ആ കറൻസിക്ക് വില കൂടും. അതുപോലെ US 10-year സൂചിക ബോണ്ട്, അത് 10 വർഷത്തെ ട്രഷറി yield, ഡോളർ ശക്തിയുടെ ഏറ്റവും വിശ്വസനീയമായ സൂചകമാണ് US 10-year സൂചിക. അത് 2 ഇയറിൻ്റെ ഉണ്ട്, പക്ഷേ ICT പറയുന്നത് 10 ഇയറാണ് ഏറ്റവും ബെറ്റർ എന്നാണ്. നമുക്ക് 2 ഇയറും കൂടി നോക്കുക വേണമെങ്കിൽ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ഡെയിലി നോക്കുക. 4 ഹവർ 15 5 നിരക്ക് നോക്കിയിട്ട് വേണം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർക്കുക, വിജയിക്കുന്ന ട്രേഡർമാർ എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് നോക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഹയർ ടൈം, അത് ICT എപ്പോഴും പറയുന്ന കാര്യമാണ്, ഹയർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അതൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ കറക്റ്റ് മാർക്ക് നോക്കി വെച്ച് ആ വീക്കിലേക്കുള്ള കറൻസി പെയർ ഏതാണെന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ആ കറൻസി പെയർ മാത്രം ആ വീക്കിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ പ്രൈസ് എത്തി അതിനുശേഷം റിവേഴ്സലൊക്കെ സംഭവിച്ച് എൻട്രി പോയിന്റ് ഒക്കെ വന്ന് കറക്റ്റ് എൻട്രി ചെയ്യുന്ന രീതിയിലാണ് ഒരു പ്രൊഫഷണൽ ട്രേഡറിൻ്റെ സമീപനം ഉണ്ടാകേണ്ടത്. അല്ലാതെ നമ്മൾ കമ്പ്യൂട്ടർ തുറന്ന ഉടനെ ചാർട്ട് കണ്ട് അപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ സെൽ ക്ലിക്ക് ചെയ്ത് ആ രീതിയിലാവാൻ പറ്റില്ല എന്നാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി. ഇനി അടുത്തത് ഞാൻ ഇതിൽ ഈ ലെസണിൽ പറയുന്ന വേറെ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആ പോയിന്റ് വീഡിയോ ചെയ്യും, ഇല്ലെങ്കിൽ ഈ സീരീസിലെ 2ാമത്തെ വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.